വാരാണസിയില് കാശി വിശ്വനാഥ് അമ്പലത്തിന്റെ അടുത്തുള്ള അന്നപൂർണ ട്രസ്റ്റല്ലേ മഠം നടത്തുന്ന അന്നപൂർണ ഹാളായത്. ഇവിടെ അന്നദാനം കിട്ടും. അപ്പോൾ ഞാൻ രാത്രിയാ വന്നത്. രാത്രി വന്നപ്പോൾ ഇഡ്ഡലിയും വടയാ ഇല്ല, സാമ്പാറും സബ്ജീന്റെ കൂടെ. രാത്രി നമുക്ക് പ്ലേറ്റിൽ വിളമ്പിത്തരും. വിളമ്പിയല്ല, നമ്മളവിടെ ചെന്ന് എടുക്കണം. അതുപോലെ നിലത്തിരുന്ന് തിന്നണം. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇനി മറ്റൊരു കാര്യം, ഉച്ചക്കും ഉണ്ട് അന്നദാനം. ഉച്ചക്ക് ചോറാ കിട്ടുക. പച്ചരിച്ചോറ്, സാമ്പാർ, പപ്പടം, ഒരു സബ്ജി, ഒരു ഗ്ലാസ് നല്ല തണുത്ത മോര്, അതുപോലെ ഒരു ലഡു. ഇതൊക്കെ വയറ് നിറച്ചും വിളമ്പിത്തരും. നമ്മളവിടെ ടേബിളിൽ ഇരുന്നാൽ മതി. ടേബിളിലാണ് ഉച്ചക്ക് കൊടുക്കുക. അതിന് തിരക്കൊന്നുമില്ല. പോയ ഉടനെ കഴിച്ച് പുറത്തിറങ്ങാം. അപ്പോൾ നല്ല തൃപ്തിയിൽ സമൃദ്ധിയിൽ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങാം. അതാണ് ഇവിടുത്തെ ഒരു ഗുണം. കാശി വിശ്വനാഥ അമ്പലത്തിൽ ദർശനം കഴിഞ്ഞാൽ ഗേറ്റ് നമ്പർ 2 പുറത്തിറങ്ങണം. 4 ഗേറ്റ് ഉണ്ട്. അതിൽ ഗേറ്റ് നമ്പർ 2 പുറത്തിറങ്ങി അന്വേഷിക്കണം ആരെങ്കിലോടും. കാരണം ചെറിയ ചെറിയ ബൈലൈനല്ലേ, ഗലി കൂടെ കറങ്ങിയടിച്ച് വേണം ഇവിടെ തിരിഞ്ഞെത്താൻ. അപ്പൊ അന്വേഷിച്ചാൽ മാത്രമേ ഇവിടെ എത്തിപ്പെടാൻ പറ്റും. എല്ലാവരും ഇവിടെ വന്ന് അന്നദാനം കഴിക്കുക. തൃപ്തിയായിട്ട് നമുക്ക് വയറ് നിറച്ചും ഭക്ഷണം ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. ടൈമിങ്സ് ഞാനിട്ട ഈ വീഡിയോയിൽ ബോർഡിലുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിച്ച് തൃപ്തിയിൽ ഇവിടുന്ന് മടങ്ങിപ്പോവാം. അന്നപൂർണ ഹാള് ഇത്. അന്നദാനം കിട്ടുന്ന കാശി വിശ്വനാഥ് ടെമ്പിളിന്റെ അടുത്തുള്ള അന്നപൂർണ ട്രസ്റ്റ് നടത്തുന്ന, അന്നപൂർണ മഠം നടത്തുന്ന ഹാളാ ഇത്. ഇവിടെ അങ്ങനെ തിരക്കൊന്നുമില്ല. എന്താ അറിയില്ല, ആളൊന്നും ഇവിടെ അങ്ങനെ ആ തിരക്ക് ഇവിടെ ഇല്ല. ഇവിടെ ഒരു റെഗുലർ സാധാരണ ഒരു തിരക്കേ ഇല്ലു. ഉച്ചക്ക് വന്ന് കഴിച്ചപ്പോൾ ടേബിളെല്ലാം ഉണ്ടായിരുന്നു.